ഹായ് വെൽക്കം ടു മൈ ചാനൽ യശിപി നസീർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള അടിപൊളി ഒരു ഇൻഡോ വെസ്റ്റേൺ മോഡലാണ്. നമുക്കിതിലൊരു ജാക്കറ്റും പിന്നെ സ്ലീവ്ലെസ് ആയിട്ടൊരു ഇന്നറുമാണ് വന്നിട്ടുള്ളത്. ജാക്കറ്റ് നമുക്കിതിൽ 3 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഇന്നർ വരുമ്പോൾ നമുക്കെല്ലാം ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. നമുക്ക് വേറെ ഏതിന് വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്, ആംഗിൾ ലെങ്ത്തിലാണ് ഈ ഒരു ഇന്നർ വന്നിട്ടുള്ളത്. ജാക്കറ്റ് നമുക്ക് നല്ല ഷോർട്ട് ജാക്കറ്റായിട്ട് പഫ് സ്ലീവ് കൊടുത്തിട്ട് നമുക്കൊരു 3/4 വരുന്ന ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത്. നമുക്കിതിൽ എല്ലാ സൈസിലും വരുന്നുണ്ട് കേട്ടോ. സ്മോൾ മുതൽ XXL വരെ ഒരു റേറ്റും XXL മുതൽ 5XL വരെ വേറെ റേറ്റുമാണ് കേട്ടോ. പിന്നെ നമുക്കിത് എല്ലാ സൈസിലും അവൈലബിൾ ആണ്. ഇതിന് 599 ആണ് റേറ്റ് വരുന്നുള്ളൂ. 599 തന്നെ ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ കിട്ടുന്നത് കേട്ടോ. ഭയങ്കര റേറ്റ് കുറവിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല അടിപൊളി കളേഴ്സ് ഉണ്ട്. ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് നല്ല മെറൂണിൽ നമ്മൾ ഹെവി റയോണാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് യെല്ലോ ഷെയ്ഡിലാണ്. നല്ല ലൈറ്റ് മസ്റ്റേർഡ് യെല്ലോ ആണ്. നോക്കി നല്ല ഭംഗിയുള്ള ജാക്കറ്റാണ്. 3/4 സ്ലീവ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലീവ് ഇത്ര വേണ്ടാന്നുള്ളവർക്ക് ഇത് കട്ട് ചെയ്തിട്ട് ലെങ്ത്ത് കയറ്റാം കേട്ടോ. കയറ്റി ലെങ്ത്ത് കുറവാണെങ്കിലും ഇത് കണ്ടോ നല്ല ഭംഗി ഉണ്ടാവും. ഈ ഒരു ലെങ്ത്തിലും കൂടുതൽ ആളുകൾക്കും 3/4 ലെങ്ത്താണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇത് 3/4 വെച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു നമുക്ക് ഈ ഒരു നീ ലെങ്ത്ത് വരുമല്ലോ, ആ നീ ലെങ്ത്തിൽ ഇതിൽ ഈ ഒരു മോഡൽ നല്ല ഭംഗി ഉണ്ടാവും. വേണ്ടവർക്ക് ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്തായാലും റെഡിമെയ്ഡ് ഡ്രസ്സ് എടുക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ചിലപ്പോൾ ഓൾട്ടർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾട്ടർ ചെയ്തത് ലെങ്ത്ത് കുറയ്ക്കാം. ഇപ്പം എല്ലാവരുടെയും ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റാണ് വരിക. ചിലവരിപ്പോൾ അടുത്തിങ്ങനെ അപൂർവം ആളുകൾ ഒരു കസ്റ്റമർ ഇങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു, ലാർജ് എടുത്തു, എനിക്കിത് ഭയങ്കര ലൂസാണ്, വേസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ ലൂസാണ്. പലർക്കും പല ബോഡി മെഷർമെൻറ്റ്സ് ആയിരിക്കും. നമ്മളൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിലാണ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ മിക്കതെടുക്കുമ്പോഴും സ്ലീവ് അത്യാവശ്യം കറക്റ്റായിരിക്കും. പക്ഷേ എനിക്ക് ചിലപ്പോൾ ഈ ഒരു വയറിൻ്റെ ഭാഗത്ത് ലൂസ് ഉണ്ടാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കധികം ആ ഒരു വയറിൻ്റെ ഭാഗത്ത് എനിക്ക് അത്ര വയറില്ലാത്തതുകൊണ്ട് എനിക്ക് ഓക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് ഷോൾഡർ വിഡ്ത്ത് കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെ കൈക്കും തടി കൂടുതലാണ്. അപ്പോൾ എൻ്റെ കൈയൊക്കെ ഓക്കെ ആയിരിക്കും. ബാക്കിയുള്ള ഭാഗത്ത് എനിക്ക് കുറച്ച് ലൂസ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ചെയ്യേണ്ടി വരും. എന്തായാലും റെഡിമെയ്ഡ് ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മുടെ മെഷർമെൻറ്റിൽ അളവെടുത്ത പോലെ ബുട്ടിക്കിൽ കൊടുക്കുന്ന പോലെ ഒരിക്കലും കിട്ടില്ല. അത് ആ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് തന്നെയാണ് വരിക. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു എന്തെങ്കിലും ചിലപ്പോൾ ഷേപ്പ് ആക്കേണ്ടിയൊക്കെ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്. നല്ല ലൈറ്റ് യെല്ലോ മസ്റ്റേർഡിൻ്റെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതേപോലെ ബ്ലാക്കാണ് ഇന്നർ വരുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് പോലെ ഇങ്ങനെ ഒരു ചെറിയ ബോർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ലൈറ്റ് ചിക്കു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഡാർക്ക് അല്ല, ചിക്കുവിൽ തന്നെ നല്ല ലൈറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഇതേപോലെ ബ്ലാക്ക് ബോർഡർ വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്ന്. ഇന്നർ നോക്കി, ഇന്നർ ഇതേപോലെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഇന്നറാണ്. പിന്നെ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല, ഹെവി റയോണാണ്. ഹെവി റയോൺ തന്നെ നിങ്ങൾ ആ മെറ്റീരിയലിൻ്റെ തന്നെ റേറ്റ് നോക്കും. അതിലാണ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നതും ഭയങ്കര പെർഫെക്ഷൻ ഉണ്ടോ. ഈ ഒരു ജാക്കറ്റ് വന്നിട്ടുള്ള നല്ല പെർഫെക്ഷൻ ഉണ്ട്. 599 ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്രീ ഷിപ്പിങ്ങിൽ കൊടുത്തു തുടങ്ങിയപ്പോൾ നമ്മളിപ്പോൾ DTDC അങ്ങനെയൊക്കെ അയക്കുമ്പോൾ ഔട്ട് ഓഫ് കേരള നല്ല ചാർജ് വരുന്നുണ്ട്. 240 ഒക്കെ നമ്മളിപ്പോൾ നല്ല ചാർജാണ് വരുന്നത്. മറ്റേ നമുക്ക് മുമ്പൊരു ഓഫർ പോലെയായിരുന്നു, എല്ലാം ഒരു റേറ്റിലാണ് നമുക്ക് പോയിരുന്നത്. ഇപ്പം നമുക്ക് അങ്ങനെയല്ല. നമുക്ക് എല്ലാത്തിനും നോക്കുമ്പോൾ ഔട്ട് ഓഫ് കേരള വരുമ്പോൾ 240 റുപ്പീസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലാഭം പോലും അതിലെല്ലാം പോകും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഔട്ട് ഓഫ് കേരള 100 ഇടുന്നുണ്ട്. നമ്മൾ ഓൾ കേരള നമ്മളിപ്പോഴും ഫ്രീ ഷിപ്പിംഗ് ആണ്. ഔട്ട് ഓഫ് കേരള നമുക്ക് ചാർജ് കൂടുതലാണ് കേട്ടോ. ഒരു ആവറേജ് വെച്ചിട്ടാണ് 100 ഇട്ടിട്ടുള്ളത്. ചിലപ്പോൾ ഹൈദരാബാദിക്കൊക്കെ വരുമ്പോൾ നമുക്ക് 240, കർണാടക അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട്. നമ്മളൊരു ആവറേജ് നോക്കിയിട്ട് അതിലും കൂടുതൽ എങ്ങനെയാണ് നമ്മളൊരു ചാർജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ തമിഴ്നാട് അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചാർജ് കുറവായിരിക്കും. അപ്പോൾ അതങ്ങനെ ആ ഒരു മാനേജ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ റേറ്റ് ഇടുന്നത്. ഔട്ട് ഓഫ് നമ്മൾ ഓൾ കേരള നമ്മളിപ്പോഴും ഡെലിവറി ചാർജ് ഫ്രീ തന്നെയാണ്. പിന്നെ ഇതെല്ലാം നിങ്ങൾ എന്തായാലും വെബ്സൈറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. അത്രയും അറിയാത്തവർ മാത്രം നമ്മൾ ഇത്
എന്താ വാട്സപ്പിൽ ഓർഡർ ആക്കാം. വാട്സപ്പ് നമ്പർ ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് ഉണ്ട്, കുറേ പെൻഡിങ്സ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എങ്ങനെയാണ് ഓർഡർ ആക്കാമെന്ന് അറിയില്ലെങ്കിൽ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് നമ്മൾ ഒരു ചെറിയ വീഡിയോ എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ കൊടുക്കുന്നുണ്ട്. അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ കണ്ടല്ലോ. നമ്മൾ ആങ്കിൾ ലെങ്ത്തിൽ വരുന്ന ഇന്നറും ഇതിൽ ബോട്ടം തന്നെ വെയർ ചെയ്യണം എന്നില്ല. ബോട്ടം ഇല്ലാതെ നമുക്കിടാം. ഒരു ഹാഫ് ജാക്കറ്റ്, ചെറിയ പഫ് വന്നിട്ട്, വളരെ ചെറിയ പഫ് വന്നിട്ടുള്ള ഹാഫ് ജാക്കറ്റാണ് ഇത്. നമുക്ക് റെഡി ടു ഡെസ്പാച്ച് ആണ് കേട്ടോ. ഇത് നമുക്ക് ടൈം ഒരുപാടില്ല, നമുക്കിത് പെട്ടെന്ന് തന്നെ നമ്മളിവിടെ നിന്ന് അയക്കും. റെഡി ടു ഡെസ്പാച്ചിൽ വരുന്നതാണ്. ഹാൻഡ് വർക്ക് പോലെ വരുന്ന അത്രയും ടൈമില്ല. അപ്പോൾ ഇത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ. ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് ഗൂഗിളിൽ പോയിട്ട് www.larosa.com എന്ന് അടിച്ചു കൊടുക്കണം. നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ കാണുന്ന ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യണ്ട കേട്ടോ. ഇത് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതേപോലൊരു പേജിലോട്ടാണ് ചെല്ലുക. ഇതിൽ നിന്നാണ് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൽ താഴത്തോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതേപോലെ പ്രൊഡക്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. അതിനായിട്ട് ഇപ്പോൾ റൈറ്റ് സൈഡിൽ മേലെയായിട്ട് 3 ഐക്കൺ കാണുന്നുണ്ടല്ലോ. അതിൽ സെൻറ്ററിൽ വരുന്നതാണ് നമ്മൾ രജിസ്റ്ററിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ രജിസ്റ്റർ ചെയ്യേണ്ടത്. പിന്നെ അതിൽ ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ലോഗിൻ ചെയ്താലും മതിയാവും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ളൊരു മെയിൽ ID, അതിന് നമുക്കിഷ്ടമുള്ള പാസ്വേഡ് ഇതിൽ സെറ്റ് ചെയ്യാം. ആ പാസ്വേഡൊക്കെ ഒന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ പിന്നീട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ സെൻറ്ററിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലൊരു പേജിലോട്ടാണ് വരിക. നമ്മൾ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. അതിൽ യൂസർ നെയിം, ഇമെയിൽ ID, പാസ്വേഡൊക്കെ ഉണ്ടായിരിക്കും. ഇതിൽ നമ്മുടെ പേരടിച്ചു കൊടുക്കണം, ഇമെയിൽ അടിച്ചു കൊടുക്കണം. ഇമെയിൽ നമ്മൾ ഏതെങ്കിലും യൂസ് ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ള മെയിൽ ID കൊടുത്തതിന് ശേഷം പാസ്വേഡ് നമുക്ക് പുതിയതായിട്ട് വേണമെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്യാം. അത് നമുക്ക് ഓർമ്മ വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യുക. കുറച്ച് സ്ട്രെങ്ത് ആയിട്ടുള്ളത് ചെയ്യണം. അതിനായിട്ട് നമ്മൾ പാസ്വേഡ് അടിച്ച് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും പിന്നെ എന്തെങ്കിലും നമ്പേഴ്സൊക്കെ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രജിസ്റ്റർ എന്നുള്ള ഈ ഒരു റെഡ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത്ര മാത്രമാണ് വരുന്നുള്ളൂ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഹോം പേജിലോട്ട് പോകണം. അപ്പോൾ വീണ്ടും ഇതേപോലെ നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഈ ഒരു പേജിൽ വരും. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു മോഡൽ പർച്ചേസ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ മോഡലിൽ തന്നെ 3 കളേഴ്സ്, ഇപ്പോൾ 4 കളേഴ്സൊക്കെയാണ് വരണമെങ്കിൽ തൊട്ട് താഴെ നമുക്ക് സൈസിൻ്റെ ആ ഒരു ഓപ്ഷൻ വരും. സൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേലെ അതിൽ എത്ര കളേഴ്സ് ഉണ്ട് എന്നുള്ളത് കാണിക്കും. അപ്പോൾ ആ ഓരോ കളേഴ്സിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കളേഴ്സിൻ്റെ ഫോട്ടോസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതല്ലാതെ സാധാരണ പോലെ ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ 4 ഫോട്ടോസായിട്ട് നമുക്ക് ആദ്യം തന്നെ വരില്ല. സൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേലെ കളർ ഓപ്ഷൻസ് വരും. അപ്പോൾ നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് അതിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിൽ ഇഷ്ടപ്പെട്ട സൈസ്, കളറ് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളിത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രൊസീഡ് ടു ചെക്കൗട്ട് കാണാം. അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബില്ലിംഗ് ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും. ഇതിലിപ്പോൾ എല്ലാവർക്കും അറിയാലോ, നമുക്ക് ബില്ല് ചെയ്യേണ്ട പേര് കൊടുക്കാം. ഇപ്പോൾ ബില്ലിംഗ് പേരും നമ്മൾ ഷിപ്പ് ചെയ്യേണ്ട പേരും ഒന്നാവണമെന്നില്ല കേട്ടോ. കാരണം ബില്ല് ചെയ്യുന്ന ആൾ ചിലപ്പോൾ മറ്റൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വേറൊരു വീട്ടിലേക്കാണ് ഈ പ്രൊഡക്റ്റ് വരേണ്ടതെങ്കിൽ ബില്ല് ചെയ്യുന്നതും ഷിപ്പ് ചെയ്യുന്നതും വേറെ വേറെ അഡ്രസ്സ് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഷോപ്പ് അഡ്രസ്സാണ് കൊടുക്കണേ. ഇതിൽ വളരെ സിമ്പിളാണ്. നമ്മൾ ജില്ല കൊടുക്കണം, അതുപോലെ തന്നെ പിൻകോഡ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ് ഇതിൽ വരുന്നുള്ളൂ. ബില്ല് ചെയ്യേണ്ടതും ഷിപ്പ് ചെയ്യേണ്ടതും ഒരേ അഡ്രസ്സാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇതിലൊരു ക്ലിക്ക് കാണുന്നത് നമ്മളൊന്ന് ഒഴിവാക്കി കൊടുക്കണം. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ.
അതിനുശേഷം നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് വന്നതിന് ശേഷം പ്ലേസ് ഓർഡർ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് നമ്മളെത്തും. ഇതിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിലേതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ പേ ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ, ഫോൺ പേ ഒക്കെ ആണെങ്കിൽ നേരിട്ട് അതിൻ്റെ തന്നെ പേജിലോട്ട് ചെല്ലും. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അതിൽ പേയ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കാർഡാണെങ്കിലും നമ്പറും മറ്റുള്ള കാര്യങ്ങളും അടിച്ചു കൊടുക്കണം. ഇതേപോലെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ് എന്നുള്ള ഈ ഒരു പേജിലോട്ട് വരും കേട്ടോ. ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത് കാണിക്കണില്ല. മുന്നേ പേയ്മെൻറ്റ് ചെയ്തത് കാണിച്ചപ്പോൾ വീഡിയോ തന്നെ യൂട്യൂബിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അത് കാണിക്കാൻ പാടില്ലായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു പേജിലോട്ടാണ് വരിക. ഇതിൽ നമ്മുടെ ബില്ലിംഗ് അഡ്രസ്സും ഷിപ്പിംഗ് അഡ്രസ്സും ഓർഡർ നമ്പർ എല്ലാം ഇതിൽ കാണാൻ പറ്റും. ഇതേപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും.